നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വലവിരിച്ച് അന്വേഷണ സംഘം, പിടികൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടം. MLA താമസിച്ചിരുന്ന കുന്നത്തൂർമേടിലെ ഫ്ളാറ്റിൽ പരിശോധന. രാഹുൽ തിരുവനന്തപുരത്തെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. മൈൻകുളത്തെ യുവാവിന് കുത്തേറ്റു. കുത്തേറ്റത് അമ്മയെ ആക്രമിക്കുന്നത് പ്രതിരോധിക്കുന്നതിനിടെ. മൈൻകുളം സ്വദേശികളായ 2 പേർക്കെതിരെ കേസെടുത്ത് ചെറുതുരുത്തി പോലീസ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മങ്കര ചൗട്ടിൽ റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ദേശീയപാത നെല്ലുപാതയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. 2 ജില്ലകളിലേക്കുള്ള തപാൽ ബാലറ്റുകളുടെയും EVM സ്ലിപ്പുകളുടെയും അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ സാമഗ്രികളുടെ അച്ചടി അവസാന ഘട്ടത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. പ്രത്യേക അന്വേഷണ സംഘം MLA താമസിച്ചിരുന്ന കുന്നത്തൂർമേടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അതിജീവതയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ രാഹുലിനെ പിടികൂടാനായി സംസ്ഥാനത്തുടനീളം ദിവസങ്ങളായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. എന്നാൽ രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. ഒളിവിൽ പോയ രാഹുൽ തിരുവനന്തപുരത്തെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി പരാതിക്കാരിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പെൻഡ്രൈവുകളിലാക്കി രാഹുൽ വക്കീലിനെത്തിക്കുകയും വക്കീൽ സീൽഡ് കവറിൽ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിൻ്റെ ജാമ്യഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാഹുൽ താമസിക്കുന്ന പാലക്കാട് കുന്നത്തൂർമേടിലുള്ള ഫ്ളാറ്റിൽ തിരുവനന്തപുരത്തു നിന്ന് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. MLA ആയതിനു ശേഷം രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിൽ അതിജീവത എത്തിയിരുന്നുവെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന് ബലമേകുന്ന ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ളാറ്റിലെ CCTVകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു. ഫ്ളാറ്റിലെ പരിശോധനയ്ക്ക് ശേഷം SIT അധികൃതർ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി. അതിജീവിത പരാതി നൽകാൻ വൈകിയത് മൂലമുള്ള നിയമ തടസ്സങ്ങൾ മാറ്റിയെടുക്കാനായി രാഹുലിനെതിരെ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് SITയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. എടുക്കാവുന്ന നടപടികളെല്ലാം പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് ബൽറാം തൃശൂരിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യഥാസമയം കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് VT ബൽറാം ചൂണ്ടിക്കാട്ടി. ബാക്കി പരാതികൾ ഇപ്പോഴാണ് വരുന്നത് എന്നത് കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമല്ല. നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും ബൽറാം പറഞ്ഞു. അതൊരു പോലീസ് കേസിൻ്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കുക എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ കോൺഗ്രസ് പാർട്ടി വറീഡ് ആവേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി അത് ഈ വിവാദം പരസ്യമായ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ നിയമ നടപടികളും പരാതിയൊക്കെ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഏതായാലും ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിജീവിതയായിട്ടുള്ള വനിത അവർ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കാനോ ഞങ്ങളെ തൊട്ടാൽ കേരളം തീപ്പന്തമാവുമെന്ന് പണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാനോ ഒന്നും ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല. 3 വർഷത്തോളം താൻ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായി പ്രവർത്തിച്ചു. ഭാരവാഹികളുടെ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഹൈബി ഈഡന് ചുമതല നൽകിയതെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണമെന്ന് CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോഓർഡിനേഷൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്.
അതിനെ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് CITU സ്റ്റേറ്റ് കമ്മിറ്റി CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ ചെയർമാൻ APM റഷീദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഹംസ, ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, MIA റസാക്ക്, KR വിജയൻ, ഒറ്റപ്പാലം കോർഡിനേഷൻ കൺവീനർ KV സന്തോഷ്, M മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ യുവാവിന് കത്തിക്കുത്തിൽ ഗുരുതര പരുക്ക്. ചെറുതുരുത്തി പയങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിയിലാണ് അമ്മയ്ക്കും മകനും എതിരെ നടന്ന ആക്രമണത്തിൽ മകന് കുത്തേറ്റത്. സംഭവത്തിൽ പയങ്കുളം സ്വദേശികളായ കൃഷ്ണകുമാർ, ജയപ്രകാശ് എന്നിവർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. പയങ്കുളം കുറുക്കുളത്തിൽ വീട്ടിൽ വേണുഗോപാലിന്റെ മകൻ 34 വയസ്സുള്ള വിഷ്ണുദാസനാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിഷ്ണുദാസിനെയും രുക്മിണിയെയും ഇവരുടെ വീടിനടുത്തുള്ള അമ്പലത്തിന് സമീപത്തിൽ വെച്ച് കൃഷ്ണകുമാറും ജയപ്രകാശും കൊല്ലുമെന്നും ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന വിഷ്ണുദാസിന്റെ വയറിന് കുത്താൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് തടുത്തു. എന്നാൽ കൈമുറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അമ്മ രുക്മിണിയെയും പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ചവിറ്റിലത്തോടിന് സമീപം സംസ്ഥാന പാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മങ്കര റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൊയിലുത്തുംപടി മനോജിൻ്റെ മകൻ 24 വയസ്സുള്ള വിവിനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 8:45 അപകടം. സാരമായി അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബൈക്ക് യാത്രികനായ മംഗലം തെക്കും ചെറാട് സ്വദേശി വാസുവിനെ വാണയംകുളം സ്വകാര്യ ആശുപത്രിയിലും ബൈക്കിൽ വിപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണനെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിപിൻ്റെ സഹോദരൻ മിഥുൻ, അമ്മ ധനലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയപാതയിലെ നെല്ലായിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ചൊവ്വൂർ ഇറക്കത്ത് ഉച്ചയ്ക്ക് 1:15 അപകടമുണ്ടായത്. ചേർപ്പ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ് റോഡിൻ്റെ അരികുവശത്ത് നിർത്തിയെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത്. ചന്ദ്രാപിന്നി ലൈഫ് ഗാർഡ് ആംബുലൻസ് പ്രവർത്തകരടക്കം വിവിധ ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്രയോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ട് യൂണിയനിലെ മുതിർന്ന അംഗങ്ങളുടെ സംഗമം നടന്നു. ആയുർവേദ ഡോക്ടർ രവീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ വയസ്സായ ആൾക്ക് എല്ലാവർക്കും വയസ്സായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ധാരാളം നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു 60 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണ് അധികം. ഇല്ലാത്തവരുണ്ട്, അത് ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട്. ഒരു 10-60 വയസ്സ് 70 വയസ്സൊക്കെ ആയവരും കുഴപ്പമൊന്നുമില്ല, ഷുഗറും പ്രഷറും ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അത് വളരെ ദുർലഭം ആൾക്കാർക്ക് ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത്. ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ അങ്ങനെ തന്നെ ആവുകയും ചെയ്യട്ടെ. വളരെ കാലങ്ങളായി വെട്ടിക്കാട്ടിലെ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും അവരിൽ ഒരാളെ ജീവിക്കുകയും ചികിത്സകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി മുന്നേറുന്ന ഡോക്ടറെ സംഗമത്തിൽ ആദരിച്ചു. 60 വർഷത്തോളമായി വെട്ടിക്കാട്ടി ജുമാ മസ്ജിദ് മഹലിൽ സേവനം ചെയ്യുകയും ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നല്ല ജീവിത പാഠങ്ങൾ നൽകുകയും ചെയ്ത അബ്ബാസ് ഉസ്താദിനെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ബാവ ആദരിച്ചു.
നൂറ്റാണ്ടിലധികമായി മഹൽ കമ്മിറ്റിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി, മാതൃകാ കർഷകൻ മുഹമ്മദ് ഹാജി, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായി നേതാവ് MK അംസക്കുട്ടി എന്നിവരെയും പൊന്നാട നൽകി ആദരിച്ചു. നമ്മുടെ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുൾ റഷീദ് സഖാഫി പ്രഭാഷണം നടത്തി. MS മുഹമ്മദ് ആമുഖ പ്രഭാഷണവും ഉമർ ബാബു നന്ദിയും പറഞ്ഞു. മുൻ പ്രസിഡന്റുമാരായ സഹാറ ബാവ, ഫരീദ് അബ്ബാസ് ഹാജി, അബൂബക്കർ ഹാജി, NP മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2 ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തപാൽ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെൻറ് പ്രസ്സിൽ തന്നെ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടിയും വിതരണത്തിൻ്റെയും നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് അബ്ദുൽ സലാം STVയോട് പറഞ്ഞു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ തപാൽ ബാലറ്റ്, EVM സ്ലിപ്പ് അടക്കമുള്ള പേപ്പറുകളുടെ അച്ചടിയും വിതരണവും ഇത്തവണയും ഷൊർണൂർ കുളപ്പള്ളി ഗവൺമെൻറ് പ്രസ്സിൽ തന്നെയാണ്. ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ഓരോ ഘട്ടങ്ങളിലായി നടക്കും. പേപ്പറുകളുടെ വിതരണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെയും 5000-ഓളം വാർഡിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളാണ് പ്രസ്സിൽ അച്ചടിക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലാ പഞ്ചായത്തുകൾ, ഈ ജില്ലകളിൽ തന്നെ 28 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 19 മുനിസിപ്പാലിറ്റികൾ, 182 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ വാർഡുകളിലേക്ക് ആവശ്യമായ EVM സ്ലിപ്പ്, ടെൻഡേറ്റഡ് ബാലറ്റ്, പോസ്റ്റൽ ബാലറ്റ് എന്നിവയാണ് അച്ചടിക്കുന്നത്. അതത് ഭാഗങ്ങളിലെ നിശ്ചയിക്കപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാരോ അല്ലെങ്കിൽ RO നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരോ കുളപ്പുള്ളിയിലെ ഗവൺമെൻറ് പ്രസ്സിൽ എത്തിയാണ് ബാലറ്റ് പേപ്പറുകൾ കൈപ്പറ്റി വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി 2 ജില്ലകളിലെയും ബാലറ്റ് പേപ്പറുകൾ ഈ പ്രസ്സിൽ തന്നെയാണ് അച്ചടിച്ചു വരുന്നത്. ഇത്തരത്തിൽ മറ്റു ജില്ലാ ഗവൺമെൻറ് പ്രസ്സുകളിലും പേപ്പറുകൾ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കുന്നത് കുളപ്പുള്ളിയിലെ ഗവൺമെൻറ് പ്രസ്സിലാണെന്ന് അധികൃതർ പറയുന്നു. ഇത്തവണ ബാലറ്റുകളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമമായ രീതിയിലാണ് നടന്നുവരുന്നതെന്നും ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് അബ്ദുൽ സലാം STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച സമ്പൂർണ്ണ നാരായണീയം നടന്നു. എരിപുരം നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അവതരണം. ഡിസംബർ 1-ന് തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീത മഹോത്സവം നടക്കും. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞായറാഴ്ച സമ്പൂർണ്ണ നാരായണീയം നടന്നത്. എരിപുരം നാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാരായണീയം അവതരിപ്പിച്ചത്. നിരവധി ഭക്തർ ചടങ്ങിലും തുറന്നു നടന്ന അന്നദാനത്തിലും പങ്കെടുത്തു. വൈകിട്ട് ക്ഷേത്രത്തിൽ നൃത്തോത്സവം ഉണ്ടായിരുന്നു. ഡിസംബർ 1-ന് തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീത മഹോത്സവം നടക്കും. രാവിലെ 9:30-ന് സംഗീതാർച്ചന ആരംഭിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. IIME പാലക്കാട് റീജിയൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ 14 വിഭാഗം കിരീടം ഒറ്റപ്പാലം ICSന്. അണ്ടർ 17 വിഭാഗത്തിൽ റണ്ണറപ്പും ഒറ്റപ്പാലമാണ്. ടീം അംഗങ്ങൾക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരണം നൽകി. കൊപ്പം അൽജിബ്രയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായ ICS ഫുട്ബോൾ ടീമുകൾക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരണം നൽകി. ഒറ്റപ്പാലം മർക്കസ് സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി MV സിദ്ദിഖ് സഖാഫി ടീം അംഗങ്ങളെയും കായികാധ്യാപകനെയും അനുമോദിച്ചു. പ്രിൻസിപ്പാൾ മുസ്തഫ ഇർഫാനി ആമുഖ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ ഉമർ ഓങ്ങലൂർ ട്രോഫികൾ സമ്മാനിച്ചു. ജനറൽ മാനേജർ അബ്ദുൾ റഷീദ് അഷ്റഫി, അഡ്മിനിസ്ട്രേറ്റർ വീരാൻകുട്ടി, ICS PTA പ്രസിഡന്റ് മുഹമ്മദ് റിനീഷ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിനും അധ്യാപകരുടെ ടൂർണമെൻറ്റിൽ അണ്ടർ 14 വിഭാഗത്തിൽ ഹനാൻ സൈനെ ബെസ്റ്റ് പ്ലെയറായും മുഹമ്മദ് തൻസീഹിനെ ബെസ്റ്റ് ഗോൾ കീപ്പറായും തിരഞ്ഞെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലവിരിച്ച് അന്വേഷണ സംഘം, പിടികൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടം. MLA താമസിച്ചിരുന്ന കുന്നത്തൂർമേടിലെ ഫ്ളാറ്റിൽ പരിശോധന. രാഹുൽ തിരുവനന്തപുരത്തെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് മുൻ MLA VT ബൽറാം. മൈൻകുളത്തെ യുവാവിന് കുത്തേറ്റു. കുത്തേറ്റത് അമ്മയെ ആക്രമിക്കുന്നത് പ്രതിരോധിക്കുന്നതിനിടെ
വയങ്കളം സ്വദേശികളായ 2 പേർക്കെതിരെ കേസെടുത്ത് ചെറുതുരുത്തി പോലീസ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മങ്കര ചവിട്ടിൽ തോടിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ദേശീയപാത നെല്ലുപാതയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. 2 ജില്ലകളിലേക്കുള്ള തപാൽ ബാലറ്റുകളുടെയും EVM സ്ലിപ്പുകളുടെയും അച്ചടി ഇത്തവണയും ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ. ഡിസംബർ 4-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 5000-ഓളം വാർഡുകളിലേക്ക് ആവശ്യമായ സാമഗ്രികളുടെ അച്ചടി അവസാന ഘട്ടത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.